നാം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി നാഥനായി ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു ദൈവ പൈതലാണ് ആകുന്നുവെങ്കിൽ ഈ ലോകത്തിൻ്റെ തിരമാലകളിലും ഈ ലോകത്തിൻ്റെതായ പ്രതികൂലങ്ങളിലും ഈ ലോകത്തിൻ്റെ പ്രതിസന്ധികളിലും രോഗബാധകളിലും കടക്കിണികളിലും ഒന്നും പെട്ട് നമ്മുടെ ഹൃദയം കുലുങ്ങി പോവുകയില്ല. കാരണം ക്രിസ്തുവാകുന്ന പാറയുടെ പിളർപ്പിലാണ് ഒരു ഭക്തൻ്റെ മറവിടം, ഒരു ഭക്തൻ്റെ ആശ്വാസം. ഹല്ലേലൂയ. ഈ കർത്താവിൽ മറഞ്ഞിരുന്നാൽ, ആ ഇളകാത്ത പാറയാകുന്ന ക്രിസ്തുവിൽ മറഞ്ഞിരുന്നാൽ നമ്മുടെ ഈ ഭൗതികമായ ജീവിതവും ആത്മീയമായ ജീവിതത്തിലും കർത്താവായ യേശു ക്രിസ്തു നമ്മെ മനോഹരമായി വഴി നടത്തും. ഒരു പക്ഷേ നമ്മെ തകർക്കുവാൻ തക്കവണ്ണം പുറമേയുള്ളതായ കാറ്റും കോളും പേമാരിയും പ്രതിസന്ധികളും എല്ലാം ആഞ്ഞടിച്ചു വന്നു എന്നിരിക്കാം. അന്ന് മോശെ പാറയുടെ പിളർപ്പിൽ മറഞ്ഞിരുന്നു കൊണ്ട് സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചതുപോലെ ക്രിസ്തുവാകുന്ന പാറമേൽ നമുക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ടതായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ മറഞ്ഞിരുന്നാൽ ഈ ലോകത്തിൻ്റെ പ്രതികൂലങ്ങളിൽ തകർന്നു പോകാതെ നാമും സുരക്ഷിതരായിരിക്കും. ഇന്ന് അനേകം ദൈവഭക്തരായ വ്യക്തികളെക്കുറിച്ച് നമുക്ക് കേൾക്കുവാൻ കഴിയും, ചരിത്രങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും. അവരെല്ലാം ഈ ക്രിസ്തുവിൽ ചാരി ശാശ്വതമായ സമാധാനം കണ്ടെത്തിയവരാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്തതിൻ്റെ സൗഭാഗ്യവും സമാധാനവും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. ക്രിസ്തുവാകുന്ന പാറമേൽ നമുക്ക് മറഞ്ഞിരിക്കാം.